ഒരു തൂക്കുകാർ ഭയന്ന ജയിലിൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ തിരിച്ച് ജീവിതത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അബ്ദുൾ റഹീം. ഒരു പുതു ജീവിതം കിട്ടിയ രണ്ടാം ജന്മം ജനങ്ങളുടെ എല്ലാം പ്രാർത്ഥനയും സഹായങ്ങളും കൊണ്ടും രണ്ടാം ജന്മത്തിലേക്കാണ്. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ പോയത് എനിക്കാണ്, ഇത്രയും വർഷങ്ങൾ പോയി. ക്ഷമ ഇല്ലാത്തത് കൊണ്ടാണ് ജയിലിലായത്. ജയിലിലായതുകൊണ്ട് ക്ഷമ എന്തായാലും പഠിച്ചു. അപ്പം ഈ ക്ഷമ എന്തിനും ഇതിനും ക്ഷമിച്ച് ഏറ്റവും വലിയൊരു പാഠം ക്ഷമ തന്നെയായിരുന്നു. ചെറിയ തുകയാണെങ്കിൽ പോലും എനിക്ക് ഇതിന്റെ ഒരു ഭാഗമാവാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്നാണ് കുറേ ആളുകൾ കമന്റ് ചെയ്തിരിക്കുന്നത്. 1 മുതൽ 1 കോടി വരെ ഞാൻ സത്യം പേരെടുത്താൽ പറയാൻ പറ്റാത്ത അത്രയും ജനങ്ങൾ ഇപ്പോൾ ഈ കേരളത്തിലല്ല, കേരളത്തിന് പുറത്ത്, ഇന്ത്യ അല്ല ഇന്ത്യയുടെ പുറത്ത് പല ദേശക്കാരും പല ഭാഷയുള്ളവരും ആരാണെന്ന് അയച്ചവർക്ക് അറിയാം, ദൈവത്തിന് അറിയാം. അവർക്കെല്ലാവർക്കും ദൈവം ആരോഗ്യം ദീർഘായുസ്സും അവരുടെ കുടുംബത്തിനും കൊടുക്കട്ടെ പ്രാർത്ഥിക്കാം. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് മൈ ഷോ മസ്തി വിത്ത് മസ്താനി. സോ ജാതിഭേദമന്യേ മലയാളികളെല്ലാം ഒന്നടങ്കം ഒരുപോലെ ചേർന്ന് നിന്ന് ഒരാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ ഓൾറെഡി ന്യൂസിലും വീഡിയോസിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. 20 വർഷത്തോളം ഒരു തൂക്കുകാർ ഭയന്ന ജയിലിൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ തിരിച്ച് ജീവിതത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അബ്ദുൾ റഹീം. സോ ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് അദ്ദേഹമാണ്. സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾ FB-യിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അതുപോലെ യൂട്യൂബിലാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ റഹീം എന്തായാലും അൽഹംദുലില്ലാ നല്ല ഒരു 20 വർഷത്തിന് ശേഷം നാടും വീടും ഉമ്മാനെയും നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാം കാണാൻ പറ്റി. അൽഹംദുലില്ലാ നല്ല സുരക്ഷിതമായിട്ട് തന്നെ നാട്ടിലെത്തി. 20 വർഷം അദ്ദേഹത്തിൻ്റെ യൗവനവും എല്ലാം 20 വർഷം ജയിലഴിക്കുള്ളിൽ ഒടുങ്ങിയതാണ് അല്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അൽഹംദുലില്ലാ നാട്ടിലെത്തി എല്ലാം റാഹത്താണ്. പിന്നെ റഹീം ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇൻ്റർവ്യൂ ചെയ്തത് കണ്ടു, റഹീമിനെ വെച്ചിട്ട് ഇൻ്റർവ്യൂ ചെയ്തത് കണ്ടു. അതുപോലെ തന്നെ കുറച്ച് ഉസ്താദന്മാരും പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു കേട്ടോ. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും റഹീം എന്നൊരു വ്യക്തിയെ എല്ലാവർക്കും ഒരു ബഹുമാനവും, അതുപോലെ തന്നെ ഒരു കൊല ചെയ്തിട്ട് വന്നിട്ട് പോലും അദ്ദേഹത്തിന് നിരപരാധിത്വം ഏറ്റെടുത്ത മനുഷ്യരാണ് ലോകം മൊത്തമുള്ള ലോകം മൊത്തം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓൺലൈൻ മീഡിയ എന്നുള്ള ആ ഒരു ഇൻ്റർവ്യൂകളും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ദയവ് ചെയ്ത് കൊടുക്കരുത് എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. എന്താ വെച്ചാൽ ഒരു ഉസ്താദന്മാർ ഇങ്ങനെ പറയുന്നത് കേട്ടു, നമ്മൾ പറയുന്ന ഇപ്പോൾ സ്നേഹിച്ചവരാരെങ്കിലും പിന്നീട് നമ്മളെ സ്നേഹിക്കണമെന്നില്ല. എന്താ വെച്ചാൽ ഓൺലൈനിൽ വന്നിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, ഇൻ്റർവ്യൂവിൽ വന്നിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയും, അത് അവർ തമ്പനയിലും അതുപോലെ തന്നെ ഈ ഹാഷ്ടാഗും അതും ഇതെല്ലാം മാറ്റി വേറെ തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ വേറൊരു രീതിക്കാക്കി അവർ അത് കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ കൂടുതലും ഇൻ്റർവ്യൂകൾ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുമ്പേ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ എനിക്ക് അതിനുള്ളൊരു സമയം കിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ വന്നത്. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ പറയുന്നത് കേട്ടു. അപ്പോൾ ഞാനും ആലോചിച്ചപ്പോൾ തോന്നി അത് തന്നെ ശരിയാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും നമ്മളൊരു ഇൻ്റർവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വായിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ് ഓൺലൈൻ മീഡിയ എന്നുള്ള പറയുന്നവരല്ലേ. അപ്പം നമ്മൾ പറയുന്നതായിരിക്കില്ല അവരത് ഏറ്റെടുത്ത് അതിനുള്ള തമ്പനയിലും കാര്യങ്ങളും കൊടുക്കുന്നത് വേറെ രീതിക്കായിരിക്കും. അപ്പോൾ ഇപ്പോൾ സ്നേഹിക്കുന്നവരെല്ലാം റഹീം എന്നൊരു വ്യക്തിയെ പിന്നീട് കുറേ ഇൻ്റർവ്യൂ കൊടുത്ത് ഇഷ്ടപ്പെടാത്ത രീതിയിലേക്ക് ആക്കി തീർക്കാൻ വരെ ഈ മീഡിയയ്ക്ക് കഴിവുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലും ഇൻ്റർവ്യൂകളും കാര്യങ്ങളൊന്നും കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്താ വെച്ചാൽ ഒരുപാട് അനുഭവിച്ച് ഈ 20 വർഷം എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. അപ്പോൾ ഈ 20 വർഷം ജയിലഴിക്കുള്ളിൽ കഴിയാന്ന് പറയുന്നത് ഏറ്റവും കൊടൂരമായിട്ടുള്ളൊരു ഭീകരമായ അന്തരീക്ഷം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓൺലൈൻ മീഡിയയ്ക്കൊന്നും ഇൻ്റർവ്യൂകളും കാര്യങ്ങളൊന്നും കൊടുക്കാതെ റഹീം ആഗ്രഹിക്കുന്നത് ഉമ്മയൊത്ത് സന്തോഷമായിട്ടുള്ളൊരു ജീവിതമാണ്. അപ്പോൾ ആ ഉമ്മാനെയും ചേർത്ത് പിടിച്ച് സഹോദരങ്ങളെയും അതുപോലെ സ്നേഹിതരെയും എല്ലാവരും ചേർത്ത് പിടിച്ച് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ആവുന്നതും ഓൺലൈൻ മീഡിയകൾക്കൊന്നും ഇൻ്റർവ്യൂ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ ഒരുപാട് പേരുകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കും ആ ഒരു ഇതിനോട് ശരിയാണെന്ന് തോന്നി. എന്താ വെച്ചാൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളായിരിക്കില്ല അവരതെടുത്ത് പറയുന്നത്. എന്തായാലും കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കൂ. ആദ്യം തന്നെ ഒരുപാട് സന്തോഷം. എനിക്കറിയാം ഇപ്പോൾ വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത്. ഇവിടെ നമ്മളിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലാണ്. ഇവിടെ ഒരു ആഘോഷത്തിൻ്റെ വൈബാണ് സത്യം പറഞ്ഞു. പെരുന്നാൾ കഴിഞ്ഞിട്ടും പെരുന്നാൾ തീരാത്തൊരു വീട് പോലെയാണ് എനിക്കിത് വന്നപ്പോൾ തോന്നുന്നത്. എന്താ ഇപ്പോൾ താങ്കൾക്ക് ഫീൽ ചെയ്യുന്നത്? ഒരു പുതു ജീവിതം കിട്ടിയ രണ്ടാം ജന്മം ജനങ്ങളുടെ എല്ലാം പ്രാർത്ഥനയും സഹായങ്ങളും കൊണ്ടും രണ്ടാം ജന്മത്തിലേക്കാണ്. ഒരു പുതിയൊരു ജീവിതം തുടങ്ങുന്ന ഒരു ഫീല് ഞങ്ങൾക്കും അതെ കാണുമ്പോൾ ഞങ്ങൾക്കൊരു പുതിയൊരു ജീവിതം തുടങ്ങുന്ന ഒരു ഫീലാണ്. എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയ സമയത്ത് എപ്പോഴെങ്കിലും വിചാരിച്ചിരുന്നു ഇത്ര ആളുകൾ ഇത്ര മീഡിയാസ് ഒക്കെ വരുന്നു? അത്ഭുതമായിരുന്നു. കാരണം ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും എനിക്ക് അറിയാൻ പറ്റിയിരുന്നില്ല. ഫോണും കാര്യമൊന്നും ഇല്ലായിരുന്നു. ഇതെന്താണ് സംഭവം എന്നുള്ളത് വീട്ടിലെത്തിയതിൻ്റെ ശേഷമാണ് ഇത്രയും ബാക്കിയുള്ളവരെല്ലാം പറഞ്ഞു കേട്ട് ഇങ്ങനെ ജനങ്ങൾ
ലോകമെമ്പാടുമുള്ള ഇല്ലാത്തവരും ഒത്തുകൂടി സഹകരിച്ച ഇതുകൊണ്ടാണ് ഇത്രയും എമൗണ്ടും കാര്യങ്ങളും സാധിച്ചതും ഇങ്ങനെ പുറത്തിറങ്ങാൻ സാഹചര്യം കിട്ടിയത്. ശരിക്കും നമ്മൾ മലയാളികൾ ഒന്നടങ്കം നിന്നു എന്ന് മാത്രം പറയാൻ പറ്റില്ല. മലയാളികളല്ല, ലോകമെമ്പാടുമുള്ള എല്ലാ ദേശക്കാരും ഉണ്ട്, എല്ലാ രാജ്യക്കാരും. ഇപ്പം മലയാളി അല്ലാത്ത തമിഴ്, മൊത്തത്തിൽ എല്ലാ മനുഷ്യരും ജാതിയില്ല, മതമില്ല, നിറവ്യത്യാസം ഇല്ലാത്ത ഒരു ഒത്തൊരുമ. ശരിക്കും ഞാൻ പല വീഡിയോസിന് താഴെ കുറേ കമന്റുകളൊക്കെ കണ്ടു. സിനിമയിൽ പോലും സംഭവിക്കാത്ത, നമ്മൾ അത്രയും ചിന്തിക്കാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുക എന്ന് പറയുന്നത് ശരിക്കും താങ്കളുടെ ജീവിതത്തിൽ അത് നടന്നു കഴിഞ്ഞു. സൃഷ്ടാവിന്റെ ഒരു അനുഗ്രഹം എല്ലാം മാറ്റിമറിക്കാൻ അവർ സൃഷ്ടാവിനെ, ബാക്കി ജനങ്ങളുടെ സഹായവും പ്രാർത്ഥനയും. നാട്ടിൽ വന്ന് ഇറങ്ങിയ സമയത്ത് ഇത്ര ആളുകളെ കണ്ടപ്പോൾ എന്താ ആദ്യമായിട്ട്? അതാണ്, ആരാ പൈസ അയച്ച് ആരാ ഇതെന്ന് എടുത്തതെന്നുള്ളതൊന്നും ആ അയച്ചവർക്കും ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ നമ്മളിൽ സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ആകുന്നതും ഒന്നും പുറത്ത് പറയാതിരിക്കുക. നമ്മളെന്തായാലും ഇത്രത്തോളം അനുഭവിച്ചു, നമ്മളെ രക്ഷിക്കാൻ എന്താ പറയുക, ഒരു മുസ്ലിം റഹീം എന്ന വ്യക്തി ഒരു മുസ്ലിമാണ്. പക്ഷേ മുസ്ലിം സമുദായം മാത്രമല്ല അദ്ദേഹത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നത്. ഹിന്ദുവിൽ നിന്നാണെങ്കിലും ക്രിസ്ത്യാനിൽ നിന്നാണെങ്കിലും പല മുസ്ലിമിൽ നിന്നാണെങ്കിലും ഒരുപാട് സഹായ ഹർഷം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ബോച്ചെ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഒരുപാട് റഹീമിനെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായങ്ങൾ ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെയൊന്നും മറക്കാതെ അവരെയൊക്കെ മനസ്സിൽ എന്നും ദുആയിൽ ഉൾപ്പെടുത്തി നല്ല രീതിക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ യൗവനവും എല്ലാം ജയിലറയ്ക്കുള്ളിൽ കഴിഞ്ഞതാണ്. അതുപോലെ തന്നെ നല്ലൊരു പെൺകുട്ടിയെ അദ്ദേഹത്തിന് കിട്ടട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പം നല്ല രീതിക്ക് ആകുന്നതും അത്യാവശ്യം നമ്മുടെ കാര്യങ്ങൾ എന്തെങ്കിലും അത്രയ്ക്ക് ഇതായിട്ടുള്ളവിടെ മാത്രം പറഞ്ഞ് ആവുന്നതും ഇൻ്റർവ്യൂവും കാര്യങ്ങളും കൊടുക്കാതിരിക്കുക. നമ്മൾ നല്ല രീതിക്ക് നിന്നിട്ടായിരിക്കും നമ്മൾ കൊടുക്കാൻ നിൽക്കുന്നത്. പക്ഷേ അത് ഓൺലൈൻ മീഡിയ അത് പല രീതിക്ക് അത് കൊണ്ടെത്തിച്ച് അത് നമ്മളല്ലാതാക്കുന്ന ഒരു രീതിക്ക് ആയിത്തീരും. അതുകൊണ്ട് തന്നെ ആവുന്നതും സോഷ്യൽ മീഡിയയിൽ വന്ന് ഒന്നും പറയാതിരിക്കുക എന്നാണ് എനിക്കൊരു അവസരത്തിൽ പറയാനുള്ളത്. നല്ല രീതിക്ക് മുന്നോട്ട് പോവുക, ഉമ്മയൊത്ത് നല്ല സന്തോഷം വഴിക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്നാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ റഹീമിൻ്റെ വീഡിയോ ഒക്കെ നേരത്തെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. അപ്പം റഹീമിനെ കുറിച്ച് അതുപോലെ റഹീമിൻ്റെ ആ ഒരു ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. ഒരുപാട് അനുഭവിച്ചൊരു വ്യക്തിയാണല്ലേ. ഒരു എന്താ പറയുക, 20 വർഷം എന്ന് പറയുന്നത് ചില്ലറ കാലയളവൊന്നുമല്ല. ഒരുപാട് ഇപ്പം ഞങ്ങൾ നേരത്തെയൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ദുആയിലൊക്കെ ഉൾപ്പെടുത്തിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും വർഷങ്ങളെടുത്തു പുറത്തിറങ്ങാൻ. ഇപ്പോൾ ഈ നിയമ നടപടികളൊക്കെ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് തന്നെ 2 വർഷം എടുത്തു. ആ ഒരു നിയമ നടപടികളും പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ശരിയാവാൻ വേണ്ടിയിട്ട്. എന്തായാലും അൽഹംദുലില്ലാ അദ്ദേഹം ഒരു ഇതും കൂടാതെ നാട്ടിലെത്തി. അത് തന്നെ ഏറ്റവും വലിയൊരു ഇത്. അപ്പോൾ അദ്ദേഹം തന്നെ പല ഇൻ്റർവ്യൂകളിലും പറയണത് കേട്ടു, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പലരെയും തൂക്കിലേറ്റി എന്നുള്ളത് പറയുന്നത് കേട്ടു. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ഇടങ്ങാറ് തോന്നും. അപ്പോൾ പടച്ചവൻ എത്ര വലുതാണെന്നുള്ളത് നോക്കൂ. അപ്പോൾ അത്രയും മനുഷ്യരുടെ ദുആയും കാര്യങ്ങളും കൊണ്ട് നിരപരാധിയായ തെളിവുകളൊന്നും അവർക്ക് എതിരല്ല, തെളിവുകളെല്ലാം അവർക്ക് അനുകൂലമല്ലായിരുന്നു. അപ്പോൾ പ്രതികൂലമായ ഒരു സാഹചര്യത്തിൽ നിരപരാധിയായ ആളുകളടക്കം കയ്യബദ്ധം കൊണ്ട് പറ്റിയ ആളുകളും ഒക്കെ ഉണ്ടാവും. അതിലെത്രയോ പേര് ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള എത്രയോ ആളുകളെ തൂക്കിലേറ്റി എന്നൊക്കെയാണ് പറയുന്നതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. എന്തായാലും അത്രയും പേരിൽ നിന്ന് ഇദ്ദേഹത്തിന് മോചനം കിട്ടിയില്ല. ആ ഉമ്മായെ ഒരു നോക്ക് കാണാൻ കഴിഞ്ഞില്ല. ആ ഉമ്മയുടെ കണ്ണീർ ഒരിക്കലും മറക്കില്ല. അത്രയ്ക്ക് മാത്രം കണ്ണീരൊഴുക്കി ആ ഉമ്മ ഈ മോന് വേണ്ടിയിട്ട് കണ്ണിൽ എണ്ണയൊഴിച്ച് ദുആ ചെയ്ത് കാത്തിരുന്ന ഒരു ഉമ്മയാണ്. എന്തായാലും ആ ഉമ്മാക്ക് മരിക്കുന്നതിന് മുമ്പ് ആ മോനെ കണ്ണിറയെ കാണാൻ പറ്റി. അതുകൊണ്ട് തന്നെ ആ ഉമ്മാൻ്റെ സ്നേഹം മാത്രം അനുഭവിച്ച് ഒരു നല്ലൊരു കല്യാണം കഴിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ആവുന്നതും ഓൺലൈൻ മീഡിയകളിലൊന്നും ഇൻ്റർവ്യൂകളും കാര്യങ്ങളൊന്നും കൊടുക്കാതിരിക്കുക. നമ്മുടെ പ്രൈവസി നമ്മളിൽ തന്നെ ഇരിക്കട്ടെ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. നമുക്ക് ശരിയാണ്, റഹീമിന് ഒരു കയ്യബദ്ധം പറ്റി അതിനെ ഊതി വീർപ്പിച്ച് അതിന് വലിയൊരു ഇതിലേക്ക് കൊണ്ടെത്തിക്കാതെ നമ്മളായിട്ട് നിന്നിട്ട് നല്ല രീതിക്ക് മുന്നോട്ട് പോകുക എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെയും അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള ടോപ്പിക് പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.